ഈ ആശാ വർക്കർമാർ മുന്നോട്ട് വെച്ച ഒരുപാട് ആവശ്യങ്ങളൊന്നാണ് ശൈലി ആപ്പിന്റെ OTP നിർത്തലാക്കണമെന്നാണ്. ശരിക്കും എന്തിനാണ് അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത്? അതായത് ഇപ്പം നമ്മൾ ഒരാളുടെ ആധാർ നമ്പർ വെച്ചിട്ട് ശൈലി ആപ്പ് ചെയ്യുകയാണ്. ആ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവരുടെ ആധാർ നമ്പർ അനുസരിച്ച് പേരെല്ലാം വരും, പക്ഷേ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും കിട്ടത്തില്ല. പിന്നീട് മുമ്പിലോട്ട് പോകുന്നുണ്ടെങ്കിൽ ഈ OTP ആ വ്യക്തിക്ക് പോകും, ആ വീട്ടിലെ ആളിന് പോകും. അപ്പോൾ വീട്ടിലില്ലാത്ത ഒരാളാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഈ OTP പോയാലും വീട്ടിലുള്ളവർ പലരും നമുക്ക് പറഞ്ഞു തരാനായിട്ട് വിസമ്മതിക്കുന്നുണ്ട്. കാരണം ഇന്നത്തെ OTP വെച്ചുള്ള മിസ്യൂസ് വെച്ചുകൊണ്ട് അവർ നമുക്കത് പറഞ്ഞു തരാൻ വിസമ്മതിക്കുന്നുണ്ട്. അപ്പം നമുക്കത് ചെയ്യാൻ കഴിയില്ല. അവരുടെ അസുഖ വിവരങ്ങൾ നമുക്ക് അതിലോട്ട് എൻ്റർ ചെയ്യാനായിട്ട് മുന്നോട്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഈ OTP നിർത്തലാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഈ OTP ചോദിക്കുമ്പോൾ എന്തെങ്കിലും മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ചിലവർ തരാൻ മടിക്കുന്നുണ്ട്. കാരണം അവർ പറയുന്നതിലും ന്യായമുണ്ട്. കാരണം OTP വെച്ച് പല മിസ്യൂസും നടക്കുന്നത് കൊണ്ട് അവരത് പറയുന്നതിൽ ഞങ്ങളത് ഇല്ലാന്ന് അംഗീകരിക്കുന്നില്ല, ന്യായമുണ്ട്. പലരും ചിലവർ തരാനായിട്ട് വിസമ്മതിക്കുന്നുണ്ട്. OTP നിർത്തലാക്കി അത് അറിഞ്ഞു. അത് വലിയൊരു ആശ്വാസം തന്നെയാണ്. എങ്കിലും ഈ പറയുന്ന കാര്യങ്ങൾ, ഈ കൊടുത്തിരിക്കുന്ന ഡിമാൻഡുകൾ കൂടെ ഞങ്ങൾക്ക് അംഗീകരിച്ചു തരണമെന്ന് ഞങ്ങൾ എല്ലാവരുമായിട്ട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഞങ്ങൾ സത്യത്തിൽ എറണാകുളത്ത് ഞങ്ങളെ പഞ്ചായത്തിൽ നിന്നാണ്. ഞങ്ങൾ അവിടെ ഞങ്ങൾക്ക് അവിടെ പോപ്പുലേഷൻ കൂടുതലാണ്. മറ്റുള്ള പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി പോലെയല്ല. പായപ്ര പഞ്ചായത്തിൽ ഇപ്പം 22, ഇപ്പം 2 വാർഡും കൂടി കൂട്ടി 24 വാർഡാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ 42 ആശമാരാണ് അവർ ജോലി ചെയ്തിട്ടുണ്ടിരുന്നത്. ഇപ്പം അത് ആശമാർ 1 വർഷമായിട്ട് കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ 42 ഇപ്പോൾ 31 പേരായിട്ട് ചുരുങ്ങി. കാരണം എല്ലാവരും ജോലി അന്വേഷിച്ച് പോവുക. ഞങ്ങളെപ്പോലെ കുറച്ച് പേര് 31 ആശമാരാണ് ഇപ്പോൾ ഉള്ളത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ നമ്മുടെ ഓരോ സർക്കുലർ വരുമ്പോഴും ഞങ്ങൾക്ക് ഓവർ പണിയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല. കാരണം ആദ്യം ആശാവർക്കർമാരെന്ന് പറഞ്ഞ് ചെറിയൊരു പോളിയോ പോലുള്ള കാര്യങ്ങൾ പങ്കെടുപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ചെറിയ ഇൻസെൻറ്റീവും കാര്യങ്ങളാണ്. അങ്ങനെയാണ് ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതേസമയം ഞങ്ങൾക്ക് ഇനി നിങ്ങൾ വേറൊരു ജോലിക്കും പോകാൻ പാടില്ല, നിങ്ങൾ ഫീൽഡിൽ തന്നെ ഉണ്ടാവണം, എപ്പോൾ വിളിച്ചാലും നിങ്ങളുടെ ഡയറിയിലുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് തരുന്ന നമ്മുടെ മേലുദ്യോഗസ്ഥർ, അവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അവരെ ഞങ്ങൾ ഒരിക്കലും കുറ്റം പറയില്ല. അവർ ഞങ്ങളോട് തോളോട് ഒരുമി നിൽക്കുന്നവരാണ്. അവർക്ക് മോളി എന്ന് പറയുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഞങ്ങളോട് എല്ലാ റിപ്പോർട്ടും ചോദിക്കും. ഞങ്ങളോട് ഏറ്റവും താഴെ ജോലി ചെയ്യുന്നവരാണ് ആശാവർക്കന്മാരെ. അവർക്ക് ആ വാർഡിലെ എല്ലാ ജനങ്ങളെ പറ്റിയും A to Z വരെയുള്ള കാര്യങ്ങൾ അറിയാം. ഇപ്പോൾ മത്സരരംഗത്തേക്ക് ആരെങ്കിലും അവരെ രാഷ്ട്രീയക്കാർ ക്ഷണിച്ചാൽ പോലും ആശാവർക്കർമാർക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത്. കാരണം അവരാണ് ജനപ്രതിനിധികളായിട്ട് നിൽക്കാനായിട്ട് ഏറ്റവും അനുയോജ്യമായവർ. ഇപ്പോൾ അവരെ വിളിക്കും. ഇപ്പം ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ 3 മാസമായിട്ട് ഞങ്ങൾക്ക് ഇൻസെൻറ്റീവും ഇല്ല, ഓണറേറിയും ഇല്ല. ഇത് മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരുണ്ട്. ഈ മക്കളെ വളർത്താൻ ബുദ്ധിമുട്ടുന്നവരുണ്ട്, മാതാപിതാക്കൾക്ക് ചിലവൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ ഞങ്ങൾക്ക് വാടക കൊടുക്കുന്ന അച്ഛന്മാരുണ്ട്. അവർക്ക് വാടക കൊടുക്കാതിരുന്നിട്ട് നമ്മളെ വാടകക്കാർ പുറത്ത് 3 മാസമായില്ലേ, അപ്പോൾ അവർ വേറെ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ വാടകയില്ലാത്തതുകൊണ്ട് ഞങ്ങളെ പുറത്താക്കുമെന്ന് പറഞ്ഞാണ് വാടകയ്ക്ക് താമസിക്കുന്ന ആശന്മാർ പറയുന്നത്. എന്തുകൊണ്ട് ഞങ്ങളിപ്പോൾ പായപ്ര പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾ ഇന്ന് ഞങ്ങൾ 31 പേരിൽ 22 പേര് ഇവിടെ വന്നിട്ടുണ്ട്. 3 ദിവസങ്ങളിലായിട്ട് ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ വരുന്നുണ്ട്. വണ്ടി വിളിച്ചാണ് വരുന്നത്. ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല. ഞങ്ങൾ അയൽവക്കത്തുള്ളവരെല്ലാവരും ഞങ്ങൾ ഓണറേറിയം കിട്ടുമ്പോൾ തരാമെന്നും പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. ഞങ്ങളെങ്ങനെ ജീവിക്കും? ഞങ്ങളെങ്ങനെ ചെയ്യും? 7000 രൂപ മന്ത്രി പച്ചക്കള്ളാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് 7000 രൂപയാണ് ഓണറേറിയം ഉള്ളൂ. ഇൻസെൻറ്റീവ് 2000, അതും കൂടെ കൂട്ടി വെറും 9000 രൂപയാണ് തന്നത്. പിന്നെ ചില ആശാവർക്കർമാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഏരിയയിൽ കുട്ടികളൊക്കെ ഉണ്ടാവും. ചില ഏരിയയിൽ കുട്ടികളും ഇല്ല, ഗർഭിണികളും ഇല്ല. അങ്ങനത്തെ അവസ്ഥയിൽ അവർക്ക് ഇത്ര മാത്രമേ കിട്ടുള്ളൂ. വേണമെങ്കിൽ കുട്ടികളുള്ളവർക്കൊക്കെ വേണ്ടി ഇൻസെൻറ്റീവിലൂടെ 1000 കൂട്ടി കിട്ടും. അതല്ലാതെ മന്ത്രി പറയുന്ന പോലെ ഞങ്ങൾക്ക് 13 രൂപക്കുള്ള ഒരിക്കലും ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഇൻസെൻറ്റീവ് ഓണറേ ഇല്ല. പിന്നെ എങ്ങനെ ഇത് പറയും? ഇങ്ങനത്തെ ഒരു എമൗണ്ട് എങ്ങനെ കൊണ്ടുവന്നു, ആര് കൊടുത്തവർക്ക്? ഞങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം അതാ. ഇങ്ങനെ ജനങ്ങളുടെ ഉള്ളിലേക്ക് ഇത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. ഇന്നലെ ഞാൻ പുറത്തൊക്കെ ഇപ്പം എന്നോട് ചോദിക്കണേ, നിങ്ങൾക്ക് 13,000 ആയിട്ട് ഉയർത്തല്ലോ. നമ്മൾ എന്ത് സമാധാനം പറയണത്? ജനങ്ങളുടെ ഉള്ളിലേക്ക് ഇവർ പറഞ്ഞു കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് 13,000 കൂടുതലുണ്ടെന്നു. 13,000 പോയിട്ട് ഞങ്ങൾക്ക് 9,000 ഉള്ളൂ. അത് സമയത്ത് തരുമോ?
അതുമില്ല. ഇങ്ങനെ കഴിഞ്ഞോണം മൂവാറ്റുപുഴ ഞങ്ങൾ പിച്ച കിട്ടൂല. പിച്ചത്തെട്ടി സമരം ചെയ്യും ഞങ്ങൾ മൂവാറ്റുപുഴ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ. അന്നേരം ഇതേപോലെ 3 മാസം ഞങ്ങൾക്ക് പിന്തിങ് ആയിരുന്നു. അത് കഴിഞ്ഞ് സമരം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് 1 മാസത്തെ കൊണ്ട് ഇൻസെൻറ്റീവ് കിട്ടും. സമരം ചെയ്യുമ്പോൾ മാത്രമേ ഞങ്ങളുടെ നേരം നോക്കുന്നുള്ളൂ. അതെന്താണെന്നറിയില്ല. ബാക്കിയുള്ള ജീവനക്കാർക്കൊക്കെ മാസം ശമ്പളമുണ്ട്. 1 മാസത്തിൻ്റെ അടുത്ത മാസം തരും. ഇത് ആശാവർക്കന്മാർക്കില്ല. എന്താ ഞങ്ങൾ പണി ചെയ്യുന്ന തൊഴിലാളികളല്ലേ, എന്തേ ഞങ്ങളുടെ നേരെ കണ്ടുകൊടുക്കാത്തത്? അതാണ് ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകാത്തൊരു കാര്യം. എന്ത് റിസ്ക് എടുത്ത് ഞങ്ങൾ സമരം മുന്നോട്ട് തന്നെ കൊണ്ടുപോകും. ഇനി വേണമെങ്കിൽ 2-3 ആശമാരുടെ ജീവൻ കളഞ്ഞിട്ടാണെങ്കിലും ഞങ്ങൾ സമരം ചെയ്യുക തന്നെ ചെയ്യും. ഞങ്ങൾ ഉറപ്പിച്ച് നിൽക്കണം.